ഹലോ ഗൈസ്, ഞാനിപ്പോൾ പിഷാരക്കാവ് പോകാം കേട്ടോ. പിഷാരക്കാവിൽ ഉത്സവം നടക്കുകയാണല്ലോ. അപ്പോൾ എല്ലാത്തിനും വണ്ടി വലിച്ച് കയറ്റിയിട്ട് ഞാളും കൂടെ അങ്ങ് പോകാൻ തീരുമാനിച്ച്. അപ്പോൾ ഞാനിതാ കൊയിലാണ്ടി പാലത്തിൻ്റെ അടുത്തെത്തി. പാലത്തിൻ്റെ അടുത്തെത്തിയാണ് ആ ഞെട്ടിക്കുന്ന സത്യം ഞാൻ അറിഞ്ഞത്. അങ്ങോട്ടേക്ക് വണ്ടി വരുന്നില്ല. ഉത്സവം തുടങ്ങിയ ബ്ലോക്കിൻ്റെ കാര്യം പറയണ്ടല്ലോ, അത്രയ്ക്ക് തിരക്കായിരിക്കും. ഈ ചെണക്ക് പിള്ളേരെ വലിച്ചിട്ട് ഞാളും വലിഞ്ഞ് കയറി പോയിട്ട് അവസാനം ഒന്നും ആയില്ല എന്നുള്ള സങ്കടം മാറ്റാൻ ഞാളെന്താക്കി, ഹാർബറിലേക്ക് വെച്ചങ്ങ് പിടിച്ച്. ഹാർബറിൽ പോയിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല, കുറച്ച് മീൻ വാങ്ങാം, നല്ല ഫ്രഷ് മീൻ. അവിടെ എത്തി ആ ബോട്ട് കണ്ടിട്ട് എനിക്ക് പഞ്ചാബി ഹൗസിലെ രമണനെയാട്ടോ ഓർമ്മ വന്ന. മുതലാളി ജങ്ക് ജഗ ജഗ. ആ ബോട്ട് അങ്ങനെ തന്നെ അതേ ഷേപ്പിലും അതേ രൂപത്തിലും അതേ ഭാവത്തിലും അടങ്ങി നിൽക്കുക. പാറോച്ചി അങ്ങോട്ട് മീൻ വാങ്ങാൻ പോയാലും ഞാൾ മെല്ലെ ബോട്ടിനടുത്തേക്ക് പോയി. കാണാലോ എങ്ങനെയൊക്കെയാ ഓരോരു രീതികളൊന്നും. ശരിക്കും മത്സ്യത്തൊഴിലാളികൾ ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ നമുക്ക് മീൻ കൊണ്ടുത്തരുന്നത്. അത്രയ്ക്ക് ഓരോ എഫേർട്ട് നോക്കി നോക്ക്. അങ്ങ് ആഴക്കടലിൽ പോയിട്ട് എന്തൊക്കെ എങ്ങനെയൊക്കെ ആയിക്കോലും മീൻ പിടിക്കുന്നത്. അങ്ങനെ കൊണ്ടുവന്ന മീൻ നല്ലോണം പൈപ്പിട്ട് കഴുകുന്നതാണ് കേട്ടോ ഇത് കാണുന്നത്. പാറോച്ചി ഒരു 3-4 മീൻ വാങ്ങിക്കി. കുറച്ച് കാലം കഴിയും പിന്നെ അറിഞ്ഞുകൂടാത്ത 2-3 നേരം മീനും. അങ്ങനെ മീനൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ ഹാർബറിൽ നിന്ന് വിട പറയുകയാണ് ഗൈസ്. ഇനി നേരെ ബീച്ചിലേക്ക് പോകണം. അവിടെ നിന്ന് കുറച്ച് തിരിഞ്ഞ് കളിക്കണം, അങ്ങ് പോരണം. അതാണ് ലക്ഷ്യം. ബീച്ചിലെത്തിയതും പിന്നെ പരിസരബോധം പറഞ്ഞ് എന്തൊക്കെയോ കളിച്ചിക്ക്. കാരണം നല്ല ചൂടായതുകൊണ്ട് നമ്മൾ ഈ വെള്ളത്തിൽ നിന്ന് കളിക്കുന്നത് നല്ല സുഖമായിരിക്കും. അതും രാത്രി കാലങ്ങളിൽ.